ചോദ്യം ചോദിക്കുന്ന ആളെ വിവരക്കേട് എന്നൊക്കെ പറയുന്നത് ചീപ്പ് ഷോട്ട് അല്ലേ? മൈത്രേയൻ അത് വിട്ടേക്കോ. അങ്ങനെ അതിർത്തികളില്ലാത്ത മഹാന വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേയൻ നന്നായി അറിഞ്ഞൂടാ. എക്സ്ക്യൂസ് മീ, ഒന്ന് ആദ്യം മൈത്രേയൻ സാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ സൊല്ലടാ. നിങ്ങൾ കുറെ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്. ബഹുമാനമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിലെ അറിവെന്നൊന്നും ധരിക്കരുത്. ഞാൻ അതിനൊക്കെ മറുപടി പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഇരുത്തണം. ചില കാലങ്ങളിൽ മൈത്രേയനെ കേൾക്കുമ്പോൾ തോന്നും മൈത്രേയൻ വലിയ വേദാന്തിയാണ്, ഒരു മഹാസംഭവമാണ് തോന്നുന്നു. വേറെ ചില കാലങ്ങളിൽ ചിലത് കേൾക്കുമ്പോൾ തോന്നും മൈത്രേയൻ ഒരു മഹാബോറനാണെന്നും ഒരു പൊതുശല്യമാണെന്നും. അയ്യോ, അങ്ങനെ പറഞ്ഞു. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്തമാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസമൊന്നും ഉള്ള ആളല്ല, വിവരമുള്ള ആളാണ്. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല? അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ള എന്റെ ജീവിതം നടക്കില്ല. എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോ. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനമല്ല. അതെ, പിന്നെ തനിക്ക് ഇത്ര ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ചു മനസ്സിലാക്കി. ഇവിടെ ഇരുന്ന് വർത്താനം പറയരുത്. ബ്രാൻഡുകള പറയുന്നതിൽ വ്യക്തത വേണം. ഞാനൊന്ന് പറയട്ടെ, മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. എന്റെ വായിക്കാത്ത കയറി ചോദിച്ചാലേ ശരിയാവും. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ്. ഫാമിലിയെ ശരിയല്ല, വെറും കൂറ ഫാമിലിയല്ലേ. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അപ്പൊ ഒരു തീരുമാനമായില്ലേ? അതുകൊണ്ട് ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. എന്തുകൊണ്ടാണ് ആണവായുധം പാകിസ്ഥാന് മേളിലിടാത്തെ? അത് സർവനാശം ഉണ്ടാകുന്നുള്ളൂ. അത് അത്രയാണ്. ഇത്തരം ഇതിനെയാണ് വിവരം. അതെന്തുകൊണ്ടാണ്? അത് വിവരം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? പാകിസ്ഥാന്റെ പക്കൽ ആണവായുധം ഉണ്ട്. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. ആറ്റം ബോംബ് ഉണ്ടായാൽ ഉടനെ ഇടും ആരാണ് നിങ്ങൾ എന്നുള്ളതാണല്ലോ തന്റെ നിലപാട്. അല്ല, എന്റെ നിലപാട് അങ്ങനെയല്ല. എന്താ ഇടാത്ത ഞാൻ പേടി കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് പേടിയാ? ആറ്റം ബോംബ് ഇങ്ങോട്ട് ഇട്ടാ അവിടെ ഇങ്ങോട്ട് വീഴും, മൊത്തം സർവനാശം ഉണ്ടാകുന്ന ഭയമാണ്. ഇങ്ങോട്ട് വരാത്തിടത്തെല്ലാം ഇടാവല്ലോ. എന്താ ഇടാത്തെ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു. പറഞ്ഞ ശാന്തി കളയാടുന്ന അന്തരീക്ഷമാണെങ്കിൽ, എല്ലാ കാര്യത്തിലും ബോധമുള്ള മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്റെ വായിക്കാത്തൊന്നും ഇങ്ങോട്ട് വീഴുന്നതാ. ഇത് തീർന്നില്ലേ? ഇത് വളരെ നല്ലൊരു ഇതാണ്. Please subscribe my channel. Okay.